Hello students, welcome back to our channel. In this video, we are going to discuss about exam fear. അതായത് പരീക്ഷ പേടിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് പല സ്റ്റുഡൻസ് ആണെങ്കിലും എക്സാം ഹാളിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവർക്ക് ഛർദ്ദിക്കാൻ വരിക, അതായത് വൊമിറ്റ് ചെയ്യാൻ വരിക, അവർക്ക് വാഷ്റൂം പോകണം, ഒരു തവണ പോയിട്ട് വന്നാൽ വീണ്ടും വീണ്ടും പോകാൻ ഒരു ടെൻഡൻസി അവർക്ക് തോന്നുന്നു, തല കറങ്ങുന്ന പോലെ തോന്നുക, എക്സാം സമയത്ത് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒന്നും ഓർമ്മയിൽ വരുന്നില്ല, ഫുള്ള് ബ്ലാങ്ക് ആകുക, ഷിവർ ചെയ്യുക, ഇതൊക്കെയാണ് ഈ ഒരു എക്സാം ഫിയർ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ഓവർകം ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ കുറേ സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്. അവരുടെ ഇടയിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു 3-4 ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ കാണുക. സോ സ്റ്റുഡൻസ്, നമ്മുടെ ഫസ്റ്റ് ടിപ്പായിട്ട് വരുന്നത് സെൽഫ് കോൺഫിഡൻസ് ആണ്, ആത്മവിശ്വാസം. അതെന്ത് ചെയ്യണം? നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും മനസ്സിൽ പറയണം, നമ്മൾ പഠിച്ചത് മാത്രമാണ് എക്സാമിന് വരത്തുള്ളൂ, അല്ലാതെ നമ്മൾ പഠിക്കാത്ത ഒന്നും ഒരു ക്വസ്റ്റ്യൻ പോലും എക്സാമിന് ഉണ്ടാവില്ല. ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടി, ഒരു തൻ്റെ അടുത്തോടുകൂടി നിങ്ങളൊന്ന് എക്സാം അറ്റൻഡ് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എന്താണെങ്കിലും നല്ല സ്കോർ കിട്ടും കേട്ടോ. നിങ്ങൾ എക്സാമിന് പോകുന്നതിന്റെ മുമ്പായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും മനസ്സിൽ പറഞ്ഞങ്ങ് പഠിപ്പിച്ചോ, ഞാൻ പഠിച്ചത് മാത്രമേ വരുള്ളൂ, അല്ലാതെ ഞാൻ പഠിച്ചതൊന്നും വരില്ല, മിസ്സിന്റെ വയന്ന് വഴക്ക് കിട്ടും, അങ്ങനെ ചിന്തയെ നിങ്ങൾക്ക് വേണ്ട. നല്ല കോൺഫിഡന്റ് ആയിട്ട് പോയിട്ട് എക്സാം എഴുതി നോക്ക്. പിന്നെ ഇതാ നമ്മുടെ സെക്കൻഡ് ടിപ്പായിട്ട് വരുന്നത് ക്വസ്റ്റ്യൻ ആണ്. കുറേ സ്റ്റുഡൻസ് ഉണ്ട് എക്സാം ഹാളിലേക്ക് കയറാൻ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. പഠിച്ചതൊന്നും ഓർമ്മയില്ല, അത് മറന്നുപോയി, ഇത് മറന്നുപോയി, പേജ് നമ്പർ അറിയാം, പക്ഷെ അതിൻ്റെ അകത്തുള്ള കണ്ടന്റ് നമുക്ക് ഓർമ്മയില്ല. അതാണ് പല സ്റ്റുഡൻസും പറയുന്ന ഒരു കാര്യം. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നമ്മൾ പേടിച്ചാൽ ഇല്ലേലും എന്താണ് ക്വസ്റ്റ്യൻ അത് നമുക്ക് കിട്ടുകയും ചെയ്യും, നമ്മളത് എഴുതുകയും ചെയ്യണോ? പിന്നെ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? നമ്മളിപ്പോൾ ഈ എക്സാം പാസ്സാകുക അല്ലെങ്കിൽ ഫെയിൽ ആകുക, ഇതൊന്നും നമ്മൾ ബോധപ്പെടേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ എന്താണ് പഠിച്ചത് അതുപോയി എക്സാം എഴുതുക. ഈ ആവശ്യമില്ലാത്ത പേടി കാര്യങ്ങളൊക്കെ ആദ്യം അങ്ങ് എടുത്ത് കളഞ്ഞു നോക്ക്. എന്നിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത് നോക്ക്, നല്ല സ്കോർ കിട്ടും കേട്ടോ. ഇനി നമ്മുടെ മൂന്നാമത്തെ ടിപ്പായിട്ട് വരുന്നത്, ഞാനിവിടെ എഴുതാവേ, ഫുഡ് ആൻഡ് സ്ലീപ്പ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പല സ്റ്റുഡൻസും സ്കിപ്പ് ചെയ്യുന്നൊരു കാര്യം ഇതാണ്. നന്നായിട്ട്, അതായത് കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാതിരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക, ഉറങ്ങാതിരിക്കുക. ചിലരൊക്കെ എക്സാമിൻ്റെ തലേദിവസം 2 മണിക്കൂർ ഉറങ്ങുക, എന്നിട്ട് എക്സാം ഹാളിൽ ചെന്നിട്ട് തല കറങ്ങുന്നു, വൊമിറ്റ് ചെയ്യാൻ വന്നു, ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല, തലവേദന. അവർക്ക് നേരെ ചൊവ്വേ ഒരു എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള ഒന്നും അവർക്ക് പറ്റില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യണം? സ്ലീപ്പ് എന്ന് പറയുന്നത് ഒരു 7 to 8 hours നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുക, എന്നിട്ട് പോയി എക്സാം എഴുതി നോക്കുക. നിങ്ങൾക്ക് നല്ല രീതിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. കുറേ സ്റ്റുഡൻസ് സ്കിപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഇത്. സോ സ്റ്റുഡൻസ്, നമ്മുടെ 4ാമത്തെ ടിപ്പായിട്ട് വരുന്നത് എന്താ നോക്കാം. ഞാനിവിടെ എഴുതാം എന്താണെന്ന്. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. അതായത് എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ ട്രൈ ചെയ്യും. കുറേ സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ എക്സാമിന് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് എന്ത് പറയും? അവരുടെ വയസ്സ് എന്താണെങ്കിലും വഴക്ക് കേൾക്കും. പിന്നെ വീട്ടുകാരെ ഫേസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഡെയിലി നമ്മുടെ വീട്ടുകാരായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ പേരൻസിനോട് അത് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. അവരുടെ ഇന്നൊരു കെയറും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ ഈ ഒരു പകുതി ടെൻഷനും ഫിയറും ഒക്കെ മാറാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എക്സാമിന് ഇപ്പോൾ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഒന്നും കിട്ടുക എന്നുള്ളതല്ല, നമ്മൾ എന്തുവരും ട്രൈ ചെയ്യുന്നു, നമുക്ക് കിട്ടുന്നത് മതി. നമ്മൾ ഒരിക്കലും ട്രൈ ചെയ്യാതിരിക്കരുത്, വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് എന്താണേലും ഒരു നല്ല റിസൾട്ട് കിട്ടും. അതുവരെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, അല്ലാതെ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാൻ പഠിച്ചാലെല്ലാം മറന്നു പോവാണ്, എക്സാം ഹാളിൽ ചെന്ന് കയറിയിട്ട് എനിക്ക് മാർക്ക് കിട്ടണില്ല, ഞാൻ നന്നായിട്ട് എക്സാം എഴുതിയതാണ്, ഇങ്ങനെയൊന്നും പറയാതെ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എന്താണെങ്കിലും നമ്മൾ അധ്വാനിച്ചതിനുള്ള ഒരു ഫലം നമുക്ക് കിട്ടാതിരിക്കില്ല. അപ്പോൾ ഈ ടിപ്സൊക്കെ എല്ലാ സ്റ്റുഡൻസും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പിന്നെ കുറേ സ്റ്റുഡൻസ് പല വീഡിയോസിലായിട്ട് പറയുന്നത് ഞാൻ കണ്ടായിരുന്നു, മിസ് ആ ഒരു ടോപ്പിക്ക് ചെയ്യുമോ, ഈ ഒരു ടോപ്പിക്ക് ചെയ്യുമോ? സത്യം പറഞ്ഞാൽ എനിക്ക് ടൈം കിട്ടാഞ്ഞിട്ടാണ് കേട്ടോ. എനിക്ക് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു ടോപ്പിക്കൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസ് തൊട്ട് എല്ലാം പറഞ്ഞ് എനിക്ക് ടൈം കിട്ടണില്ല, അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ഇടാത്തത് കേട്ടോ. എന്താണെങ്കിലും ഞാൻ മാക്സിമം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എന്നിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടിയാൽ അത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. കുറേ സ്റ്റുഡൻസ് ഇങ്ങനെ പറയുന്നുണ്ട്, മിസ് അത് ചെയ്യൂ ഇത് ചെയ്യുമോ എന്ന്. എനിക്ക് ടൈം കിട്ടാഞ്ഞിട്ടാണ്. ഞാൻ എന്താണെങ്കിലും മാക്സിമം വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ വീഡിയോക്ക് ഇഷ്ടം തീർച്ചയായും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.